ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച മീൻ കറിയാണ്. അതിനായി ഒരു പാനിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചേർക്കേണ്ടത് 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ്. അതിനുശേഷം ഇവിടെ ചേർക്കുന്നത് 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി അടുത്തതായി ചേർക്കുന്നത് പൊടികളാണ്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായി കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യണത് ഈ മിക്സ് എല്ലാം നന്നായിട്ട് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിത് സ്റ്റൗ ഓണാക്കിയിട്ട് ഈ പാൻ വയ്ക്കാം. ഓൾറെഡി ഇതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ചേർത്തിരിക്കുന്ന കാരണം ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇത് നന്നായിട്ട് സവോളയൊക്കെ ഒന്ന് വഴണ്ടി വരുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സവോളയ്ക്ക് ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയാണ്. പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കുക. ഇവിടെ ചേർത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് മൂവാണ്ടൻ മാങ്ങയാണ്. മാങ്ങ ഒന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ചേർത്തിരിക്കുന്നത് 1 കിലോ അയില ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അതിലേക്ക് അല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് ഒരു 10 to 20 മിനിറ്റ് വരെ വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മീനൊന്ന് വേവാനായിട്ട് വെക്കണം. ഇതൊരു 15 മിനിറ്റോളം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇനി ഇതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കേണ്ടത് ഒരു മുറി തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നതാണ്. നന്നായി അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് താളിപ്പിനായിട്ട് ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ചുവന്നുള്ളിയാണ്. ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 8 അല്ലി ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി വഴണ്ട് വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അല്പം മുളക് പൊടിയാണ്. ഇത് ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ കറിയിലോട്ട് ചേർത്ത് അല്പം ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ തേങ്ങ അരച്ച മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിന് സപ്പോർട്ട് ചെയ്യുക.